കവി, നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. കഴിഞ്ഞ 2 ദിവസം നമ്മൾ പരിപാടി നടത്താൻ പറ്റിയില്ല. ബഹുമാനിയെ, ഇപ്പോൾ പാലോട് രവി DCC പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം പുറത്തു വന്നു. ആ സംഭാഷണം 2 രീതിയിൽ പറയുന്നുണ്ട്. കാരണം അത് പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി ഉപദേശിച്ചാണെന്ന് ഒരു വിഭാഗം. പക്ഷെ അങ്ങനെയാണെങ്കിൽ എടുക്കച്ചെറുക്കാകും ഇലക്ഷൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിധി വന്നില്ലേ? ഇപ്പോൾ ചില കുബുദ്ധികൾ പറയുന്നത് അത് പുള്ളി ചെയ്തത് പാർട്ടിക്ക് നല്ലതായിട്ടാണ്. അതെങ്ങനെയാണ്? നിങ്ങൾ ശരിക്കും പ്രവർത്തിച്ചില്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയെന്ന് പറയുന്നു. പഞ്ചായത്തുകൾക്ക് ശേഷം ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ തീരുമാനം വന്നു കഴിഞ്ഞു. എടുക്കച്ചെറുക്കാകുമെന്ന് പറഞ്ഞാൽ തീരുമാനമുണ്ടോ? അതുപോലും തിരിച്ചറിയാത്ത ചില വിഡ്ഢികൾ പറയാണ് അയാൾ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത്. ജനഗണമന സ്വന്തമായിട്ട് തെറ്റുകൂടെ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഈ മാന്യനൊക്കെയാണ് കഴിഞ്ഞ 3-4 പ്രാവശ്യം MLA ആയതും DC പ്രസിഡന്റായതും മറ്റു പല സ്ഥാനം കിട്ടിയതും. ഈ പാർട്ടി വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കണ്ടില്ല, ഒരു MLA പെണ്ണ് കേസിൽപ്പെട്ടിരിക്കാണ്, ഇന്നാൾ രാജിവെക്കും. എന്താ ഈ കോൺഗ്രസ് പറ്റുന്നത്? അന്ന് മുരളീധരനെ മാറ്റി ഷാഫി കൊണ്ടൊരു വല്ല കാര്യമുണ്ടായോ? ദുഷ്ടത്തരല്ലേ ഇതൊക്കെ? പാർട്ടി നശിച്ചാലും വേണ്ടില്ല എൻ്റെ കാര്യം സാധിക്കുമല്ലേ? അതായത് രാജസ്ഥാനിൽ നിന്ന് MP സ്ഥാനം രാജിവെച്ച് ഇവിടെ മത്സരം ജയിച്ചു. മന്ത്രിയാകുമ്പോൾ വേണ്ട കിട്ടും, മരുന്നാകുമ്പോൾ വേണ്ടാണ് ചെയ്തത്. മന്ത്രിയാണെങ്കിൽ രാജ്യസഭ MP മന്ത്രിയാകാമായിരുന്നല്ലോ. അവിടെ BJPക്ക് ഒരു സീറ്റ് കൊടുത്തു കോൺഗ്രസ്. പാലക്കാട് ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരാൻ പോകണം. ഇത്തവണ 2 BJP കൊണ്ടുവന്നോളൂ. ഇത്രയും അർത്ഥശൂന്യമായ മണ്ടത്തരമായ കാര്യങ്ങളാണ് ഈ കോൺഗ്രസ് കാണിക്കുന്നത്. യാതൊരു തത്വദീക്ഷയും അർത്ഥവുമില്ല, പൊളിറ്റിക്സും അറിയില്ല. അതിലേക്ക് വെള്ളാപ്പള്ളി കൊണ്ട് കോൺഗ്രസിൽപ്പെട്ട ഒരാൾ, കോൺഗ്രസ്സിൽ ഒരു നേതാവ്, മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന നേതാവ് വെള്ളാപ്പള്ളി ഇട്ട് കളിപ്പിക്കുകയാണ്. ചാട് രാമ തൊള്ളു രാമ എന്ന് പറഞ്ഞു. അല്ല, LDFന് അനുകൂലമായിട്ടാണ് മാത്രമാണെങ്കിൽ വെള്ളാപ്പള്ളി എന്താണ് കാന്തപുരത്തെ LDFനായിട്ട് സപ്പോർട്ട് നിൽക്കാല്ലേ? അപ്പോൾ അവിടെ അർത്ഥം സതീശനെ പോലുള്ള നായന്മാർ മുഖ്യമന്ത്രിയായിട്ട് വരരുത്, ചോനാകണം. അത് ചോന കളിക്കുന്നത്. അതിന് വെള്ളാപ്പള്ളി കൂടെ നിൽക്കണം. എന്താ പറഞ്ഞറിയോ? നായരിന് വേണ്ടി വാദിക്കുന്ന ആളാണ് സതീശൻ, ഈഴവനെതിരാണെന്ന് പറഞ്ഞു. ഇവിടെ ഈ വെള്ളാപ്പള്ളിയുടെ കീഴിൽ ഈഴവരിൽ ഒരു 5% പോലും വോട്ടില്ല. അത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവില്ല, CPM മനസ്സിലാവില്ല. ഈഴവരിൽ ഞാൻ 80% വോട്ട് LDFനുണ്ട്. അത് വെള്ളാപ്പള്ളിയുടെ കഴിവുകൊണ്ടല്ല. വെള്ളാപ്പള്ളി പറഞ്ഞാൽ ആള് തോൽക്കും, ജയിക്കാന്ന് പറഞ്ഞാൽ തോൽക്കും, തോൽക്കുമെന്ന് പറഞ്ഞാൽ ജയിക്കും. അതാണ് യാതൊരു തത്വദീക്ഷയും മാന്യതയില്ലാത്ത ഒരു 80-90 വയസ്സായ ഒരു വൃദ്ധനിൽ യാതൊരു യോഗ്യത ഇല്ലാത്തതാണ് വെള്ളാപ്പള്ളി. അത് വെള്ളാപ്പള്ളി താഴ്ത്തിപ്പെടുത്തി പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ ചില ഷാജി ഹൂജിയൊക്കെ എന്താ പറഞ്ഞു, പ്രായം നോക്കൂല. ഷാജി, നിങ്ങൾക്ക് വിവരമുണ്ടോ? വെള്ളാപ്പള്ളിയോട് എതിർക്കരുത്. അയാൾ ആരെങ്കിലും ഇവിടെ നേതാവായിട്ട് ഒരു മാന്യനായിട്ട് കണക്കാക്കുന്നുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ആൾ, ഏതെങ്കിലും ജാതി? ഒരു അബ്കാരി ചെയ്ത തട്ടിപ്പും ചന്ദ്രനെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി കേന്ദ്രത്തിൽ ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഒന്നുകിലും മരിക്കോളം അല്ലെങ്കിൽ അവർ ഭരണം പോകുന്നു പറയും. അവർ ഭരണം നേരത്തെ ഉമ്മൻചാണ്ടി കൂടെ പോലെ കോൺഗ്രസ് വരും. അവർക്ക് അതിൽ കവിഞ്ഞ ലക്ഷ്യമില്ല, അധികാരം നിലനിർത്താൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ മാത്രമല്ല, വേറെ ചിലരുണ്ട്. അപ്പോൾ ഇപ്പോൾ സതീഷ് കോട്ടേക്കാണ്. സതീഷ് കോട്ട് കൂടെ നിൽക്കുന്നതന്നെ കൊടുത്തേക്കണത് ഒരു ഈഴം മുഖ്യതയാൻ വേണ്ടിയാണ്. ഇതൊക്കെ അറിയാമല്ലോ. ഇനി ഒരു കാര്യം പറയാം.
മൂന്നാമതും എൽ ഡി എഫ് തന്നെ വരൂല്ല എന്ന് എന്താ പറയാൻ കാരണം? ഈ 110 സീറ്റ് കോൺഗ്രസ് കിട്ടുമെന്ന് ഈ സതീഷ് ഉൾപ്പെടെയുള്ള വിഡ്ഢികൾ പറയാൻ എന്ത് തെളിവാണ്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കണക്ക് ഉദ്ധരിച്ചുകൊണ്ട്, വോട്ടിൻ്റെ പാറ്റേൺ പറഞ്ഞുകൊണ്ട്. ഞാൻ ഒന്നുകൂടി പറയണം, കാരണം രക്ഷയില്ല, ഈ വിഡ്ഢികൾക്കകത്ത് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ കേൾക്ക്. ബുദ്ധി ഉണ്ടെങ്കിൽ, ഏത് രാഷ്ട്രീയ നേതാക്കളുണ്ടെങ്കിൽ കേൾക്ക്. 23% ഈഴവർ കേരളത്തിലുള്ളത്. 100 പേര് 21 പേര്, 25 പേരൊക്കെ വന്നാൽ ഇപ്പം അല്പം കുറവുണ്ട്, മൊത്തത്തിൽ കുറഞ്ഞുള്ളത്. ആ 23%-ൽ 80% പേര് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൽ ഡി എഫിൽ വോട്ട് ചെയ്യുന്നവരാ. അത് ജാതി പോലും നോക്കൂല, ചിഹ്നം മാത്രം വോട്ട് ചെയ്യുന്നവരാ. ഈ കഴിഞ്ഞ ഇലക്ഷൻ 1-2 സ്ഥലത്ത് ജാതി നോക്കിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ചിഹ്നം നോക്കി തന്നെയാണ്. അത് ഇത്തവണ മൂന്നാമതും കൂടി എൽ ഡി എഫ് ഭരിക്കുന്ന കണ്ടാണെങ്കിൽ അത് 90% പോവും. ആ 90% മാറ്റാനൊന്നും വെള്ളാപ്പള്ളി വിചാരിച്ച് നടക്കില്ല, അതും പോയില്ല. ആ 90% വോട്ട് ഈഴവിലുള്ള 90% വോട്ട് എൽ ഡി എഫിനെ കിട്ടും. ഏവർബി എൽ ഡി എഫിൽ ആരും വന്നാലും, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്ന് എത്ര ശതമാനം വോട്ട് കിട്ടും? അതാ ഞങ്ങൾ പറഞ്ഞത്. 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 ഈഴവൻ്റെ വോട്ട് മാത്രമാണ് യു ഡി എഫിന് കിട്ടുന്നത്. ഇത് 1:100. 100-ൽ വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് മാത്രമാണ് ഈഴവന് കിട്ടുന്നതിൽ ആ ആളാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്, ആ ജാതിയിൽ ഒരാൾ. ഇത് അടുത്ത നായരിലേക്ക് എടുക്കാം. 9% ആക്കിയുള്ളൂ. 12 പേരൊക്കെ ഉണ്ടായത് കുറഞ്ഞ 9, അത് പ്രസംഗിക്കാൻ തയ്യാറില്ലല്ലോ. ആ 9%-ൽ കഴിഞ്ഞ ഇലക്ഷനിലേക്ക് 50% ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ അനുഭവമാണ്. നായന്മാരിൽ 90% സംഘാനുഭാവികളാണ്. ചിലർ അനുഭവം മാത്രമുള്ളൂ, പ്രവർത്തനമൊന്നുമല്ല. അത് മറ്റുള്ള കാരണങ്ങളാണ്, അവർ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു നിലനിൽപ്പിന് പ്രശ്നമാണ്. ആ 50% ഇത്തവണ അവർ 75%, 70% മിനിമം വരും. അതെല്ലാ കളിയും ബി ജെ പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 70% കിട്ടും. ബാക്കി എത്രയുണ്ട്? 110 നായർ വന്ന് വോട്ട് ചെയ്യുമ്പോഴേ ഒരു യു ഡി എഫ് ഒരു വോട്ട് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുന്ന നായന്മാരാണ് 5-6 പേര് മുഖ്യമന്ത്രിക്കായിട്ട് ഞങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടത്. ഞങ്ങൾക്ക് അതിനുവേണ്ടി ജയിച്ചവരാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് ഈ സതീശനും ഈഴോ മുഖ്യമന്ത്രി അങ്ങനെ എന്ത് അർഹതയുള്ളത്? സാധ്യമാണ്. യോഗ്യതയുണ്ട്. യോഗ്യത ഇപ്പോൾ 24 വയസ്സ് കഴിഞ്ഞ് അസംബ്ലിയിൽ ജയിച്ചു കഴിഞ്ഞ് ഭൂരിപക്ഷം MLA വരെ കിട്ടിയ ആർക്കും മുഖ്യമന്ത്രിയാകാം, ഒരു കുഴപ്പമില്ല. യോഗ്യത തന്നെയാണ്, ഫിറ്റാണ്. പക്ഷെ അർഹത എന്നാൽ അവകാശത്തോട് എന്ത് ചാൻസ്? 110 നായർ കിട്ടുമ്പോൾ ഒരു വോട്ട് യു ഡി എഫിന് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഈ 6 നായന്മാർ മുഖ്യമന്ത്രിയാണെന്ന് കെട്ടി നടക്കുന്നത്. ഒരാൾ പുതിയ കാർ വരെ മാറ്റി, 26 മോഡൽ. ഇനി ക്രിസ്ത്യൻ സമുദായം എടുക്കാം. ക്രിസ്ത്യൻ സമുദായത്തിന് 16%, അതിൽ 6% ദളിത് ക്രിസ്ത്യാനാണ്. ബാക്കി 10%, 4% മുന്നോക്ക കത്തോലിക്കർ, ബാക്കി 6% പിന്നോക്ക ലത്തീൻ കത്തോലിക്കരാണ്. പോട്ടെ, മുഴുവൻ 10% കൂട്ട്, 10%. അത് 100 വോട്ടിൽ 10 വോട്ട്. അതിൽ ഒരു 2 വോട്ട് ഏതാണ്ട് ഇത്തവണ ബി ജെ പിക്ക് ചില സാധ്യതയുണ്ട്. 2 അല്ലെങ്കിൽ 2 കൂട്ടിക്കും, 3 മാക്സിമം വന്നാൽ ഒരു 3 വോട്ട് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കിട്ടും. കാരണം അതിനോട് സന്നാഹം ചെയ്തിട്ടുണ്ട്. ബാക്കി 5 വോട്ട് കോൺഗ്രസ് കിട്ടുന്നത്. അതുപോലെ 100 ക്രിസ്ത്യാനി വോട്ടുകൾ 5 വോട്ട് കോൺഗ്രസ് കിട്ടും. ഇത് ദളിതുകളാണ്, 10%, അല്ല 65% എൽ ഡി എഫിലാണ്. ബാക്കി 30% അത് പങ്കിട്ടുന്ന ഒരു 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടും. ഇത് വോട്ടിൻ്റെ പാറ്റേണേ പറഞ്ഞത്. പിന്നെ ഏതാണ് ധീവരന്മാരും ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു 2-3% കക്ഷിയുണ്ട്. അത് 3 പേർക്ക് തുല്യമായിട്ട് ഓരോ വോട്ട് വെച്ച് കിട്ടും. അവർക്ക് പ്രത്യേകത എൽ ഡി എഫിനും ബി ജെ പിയും കോൺഗ്രസ് അത് തുല്യമായിട്ട് കിട്ടും. പിന്നെ വോട്ട് എടുക്കുന്ന എവിടെയാണ്? 38% വരുന്ന വോട്ട് ശതമാനം മുസ്ലിങ്ങളുടെ. ആ മുസ്ലിങ്ങൾ വോട്ടിൽ ഇത്തവണ എൽ ഡി എഫിന് കിട്ടുന്നത് മനുഷ്യൻ 5 ലക്ഷം പേരെ കിട്ടുള്ളൂ. അതുപോലും കിട്ടില്ല. കാരണം അറിയുമോ? നിരീശ്വരവാദികളായ, യുക്തിവാദികളായ, ഈശ്വരവിശ്വാസി അല്ലാത്ത മുസ്ലിം നാമധാരികളായ ആൾക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് 3 ലക്ഷം പോലും കിട്ടുള്ളൂ. 5 ഞാൻ 5 വയ്ക്കുകയാണോ? ബി ജെ പി ഒറ്റ വോട്ടും ബി ജെ പി പോവില്ല. 100 വോട്ടും കിട്ടാൻ സാധ്യതയില്ല. അബ്ദുൾകുട്ടിക്ക് വോട്ടില്ലെന്നോ? പിന്നെ കിട്ടുന്നത് 90, അത് ഈ 38%-ൽ
93% 5 പോയിട്ട് 95% വോട്ട് ഈ UDF ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 100 വോട്ട് അത് ചെയ്യുമ്പോൾ 95 വോട്ടും UDFിനാണ് മുസ്ലിങ്ങളിൽ. സതീശ ഒന്ന് മനസ്സിലാക്ക്. അൻവറിനെയൊക്കെ നിങ്ങൾ ഒതുക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്ക്. എന്നാൽ അൻവർ എന്നൊരു കാര്യം പറഞ്ഞു അല്ലേ, അത് അച്യുതാൻ്റെ കേസ്, വെള്ളപ്പള്ളി കേസൊക്കെ മാറാൻ വേണ്ടി, ചിന്ത മാറ്റാൻ വേണ്ടി ഇയാൾ ചാടിച്ചാന്ന് പറഞ്ഞു. അതിൽ കുറച്ച് സത്യമുണ്ട്. അത്രയും സന്നാഹകാലത്ത് എങ്ങനെ ചാടും? ആ വിഷയം പിന്നെ എടുക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് വോട്ടിംഗ് പാറ്റേൺ. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ 110 സീറ്റ് കിട്ടുമെന്നൊക്കെ? കിട്ടും, 110 സീറ്റും കിട്ടും. അത് കിട്ടണമെങ്കിൽ 50 സീറ്റ് മുസ്ലിം സമുദായത്തിന് കൊടുക്കണം, ജനസംഖ്യക്ക് ഏതാണ്ട് ആനുപാതികമായിട്ട്. അല്ല 20 സീറ്റ് മുസ്ലിം കൊടുത്താണ്. ഇനി ഒരു കാരണവശാൽ 1 സീറ്റുകൾ കൂടുതൽ കൊടുക്കരുത്. മാത്രമല്ല 20 കുറക്കാനും പറയുന്നില്ല. അവർ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം ലീഗിനുള്ള വോട്ട് എന്നുള്ളത് 25 ലക്ഷം ഉള്ളൂ. അത് 23 സംതിങ് ലക്ഷമാണ് അവർ എന്താണ് മെമ്പർഷിപ്പ്. ആ മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ പേര് മുസ്ലിം ചേർത്ത് ഞാൻ എതിര് പറയില്ലെങ്കിൽ എന്നെ അങ്ങനെയുള്ള ചേർക്കും. അങ്ങനെ കൂട്ടിയാണ് 23 ലക്ഷം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും ശക്തിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 5 ലക്ഷമുള്ളൂ കേരളത്തിൽ. ആകെ 10 ലക്ഷമുള്ളൂ വോട്ട് മെമ്പർമാർ. അവർക്ക് കുറച്ച് പ്രയാസമാണ്, ഓടിയെത്തി കിട്ടില്ല. ബാക്കി ഒരു 15 ലക്ഷത്തോളം വോട്ട് കോൺഗ്രസ്സുകാർ മുസ്ലിങ്ങളുണ്ടെന്ന് വയ്ക്കാം. 15ഉം 5ഉം 20ഉം 25 45 കഴിഞ്ഞാൽ 1.40 32%. 1.40 1.40 ബാക്കി 95% വോട്ട് പുറത്ത് കിടക്കാടോ. ഇത് CP ജോണും സതീശനും കുതീഷും ഒക്കെ മനസ്സിലാക്കുക എന്താണ് വോട്ടിംഗ് പാറ്റേൺ എന്ന്. അവർക്ക് പ്രത്യേക താല്പര്യമില്ല, പ്രത്യേക ഒന്നുമില്ല. അവർ ആ മതത്തിൽ വിശ്വസിച്ച് പോകുന്നല്ലാതെ പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. പിന്നെ അവർ സമുദായത്തിന് മറ്റുള്ള കിട്ടും പോലെയുള്ള ഭാഗികമായിട്ട് കിട്ടുമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ MLA ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് നമ്മളോട് പറഞ്ഞ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. അവർ നിങ്ങൾ കയ്യിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയാണ് ചോദ്യം. ഈ 95 ലക്ഷം വോട്ട് UDF കിട്ടാൻ വേണ്ടി UDF ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഉറപ്പിക്കാൻ സതീശ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ BJPയുടെ ഒക്കെ താപ്പാന്മാരെയൊക്കെ അവിടെ കിട്ടില്ല. 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ LDF കിട്ടില്ല. BJPയിൽ കിട്ടുന്നുണ്ട് കാര്യമില്ല. അവരെല്ലാം നിങ്ങൾ കോൺഗ്രസിൽ കൊണ്ടുപോയിട്ട് സീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കണം. ഒരു ഐഷ പോറ്റി എല്ലാ ആനുകൂല്യം പറ്റി. അവരിപ്പോൾ LDFരാണ്. സുരേഷ് കുറുപ്പ് കിട്ടാതെ എല്ലാ ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കിട്ടി സുഖമായിട്ട് രാജകീയമായിട്ട് ജീവിച്ചു. അവരൊക്കെ ഇനി സീറ്റ് കൊടുക്കാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. മുരളീധരൻ, ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ 1 കോടിയിൽ പരം വോട്ടർമാർ മുസ്ലിങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഈ ആവശ്യത്തോട് യോജിക്കുന്ന 1 കോടിയിൽ പരം വോട്ടർമാർ കേരളത്തിലുണ്ട്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ കെയർ ഓഫിൽ അവരുടെ ബലത്തിലാണ് പറയുന്നത്. 2 പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ച ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ഏത് ജാതിയിൽപ്പെട്ടാലും കൊള്ള, ഏത് പാർട്ടിയിൽപ്പെട്ടാലും കൊള്ള, ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ, പഞ്ചായത്ത് നോക്കില്ല, അസംബ്ലി ഇലക്ഷൻ നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചില ചാൻസ് വരും. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി അതുപോലെ അങ്ങനെ ചില കേസുകൾക്ക് വരും. അത് 2-3 നോക്കിയിട്ട് കാര്യമില്ല, വലിഞ്ഞു പോട്ടേ പറയാവുള്ളൂ. അല്ലാത്തൊരു കൊടുത്താൽ ശാരീരികമായിട്ട് പോലും എതിർപ്പ് നേരിടേണ്ടി വരും. ഇത് മുള്ളാളിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇനി എന്ത് ഭയപ്പെടാം, എന്ത് നേടാൻ, എന്ത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജനനന്മ മാത്രം. അത് എന്ത് ന്യായമാണിത്? കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കുറേ വർഷമായിട്ട്, ഒരു 10 വർഷമായിട്ട് പോലും ഒരു സ്ഥാനത്ത് മത്സരിക്കാനുള്ള MP സ്ഥാനത്തേക്ക് മാറ്റിയിട്ടില്ല. 10 ടേമായിട്ട് പോലും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർ 4-5 ടേമിൽ വരുന്നത്. ഒരു 2 ടേം കഴിഞ്ഞാൽ കൊടുക്കണ്ടേ? ഇപ്പം മുസ്ലിം ലീഗ് എന്താണ് പറയുന്നത്? 3 ടേം കഴിഞ്ഞവർക്ക് കൊടുക്കില്ല. അത്രയെങ്കിലും അവർ പറഞ്ഞ്. കോൺഗ്രസ് അതും പറയുന്നില്ല. കോൺഗ്രസ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞെന്നറിയോ, ഒരുപാട് മാറ്റേണ്ട, അവർ തന്നെ നിന്നോട്ടെ. എന്തേടോ ഈ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർ എല്ലാവർക്കും അവസരം കിട്ടണ്ടേ?
20, 30, 40, 50, 60 വർഷമൊക്കെ ചുമരെഴുതി പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ചു വന്ന ആൾക്കാർക്ക് ഒരു പഞ്ചായത്ത് മെമ്പറിലാകണ്ടേ? കോൺഗ്രസ് പറ്റുന്നുണ്ടോ? എത്ര നാളെ ഈ കോൺഗ്രസ് സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് 8-10 പ്രാവശ്യമായി തോന്നുന്നു, 8 പ്രാവശ്യം കഴിഞ്ഞു. അവർക്ക് എന്ത് പ്രിവിലേജുള്ളത്? കത്തോലിക്ക സഭ ചില പ്രിവിലേജ് എന്നാരോ പറയുമ്പോൾ, രാജാക്കന്മാരിലെ പ്രിവിലേജ് എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല, പ്രീപേഴ്സ് നിർത്തിപ്പോയില്ലോ. ഈ സുരേഷ് പിന്നെ കൊടുക്കുന്നിൽ സുരേഷിനൊക്കെ ഈ 8-10 പ്രാവശ്യം കൊടുക്കാൻ എന്ത് യോഗ്യതയുള്ളത്? എന്താണ് സാധ്യത? 1 പ്രാവശ്യം നിന്ന്, 2 പ്രാവശ്യം നിന്ന്. ഇനി പുള്ളി ഒന്ന് KPC പ്രസിഡന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ നിന്നാണ്. GH പുസ്തകം ഒരു കാര്യം പറഞ്ഞു. ആ പുള്ളി ഒന്നുമില്ല KPC പ്രസിഡന്റ് അല്ലെങ്കിൽ മന്ത്രി ആവുന്നത്. അവസാനം പക്ഷമന്ത്രിയായിട്ട് നശിപ്പിക്കാൻ കൊടുത്താണ്. പക്ഷെ പുള്ളിയെ വിളിച്ച് അത് പുള്ളി മരിച്ചു 1 പ്രാവശ്യം മന്ത്രിയായിട്ടുള്ളൂ. ഇത് എത്ര പ്രാവശ്യം മന്ത്രി, എത്ര പ്രാവശ്യം MPA, MLA? ഞാൻ സുരേഷ് കൊടിക്കുന്നിൻ്റെ പേര് എടുത്തു വെച്ചോളൂ. അതുപോലെ പലരും, ഒരാളല്ല, 2 പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിച്ച് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയും പുറകെ കൊടുക്കരുത്. തോറ്റാലും വേണ്ട, ജയിച്ചാലും വേണ്ടില്ല. തോൽക്കാതിരിക്കണേ അവർക്ക് അവസരം കൊടുക്കണം. അതൊരു തീരുമാനമില്ല. സതീശൻ ഇപ്പം 5ാമത്തെ ആയിട്ടാണ് പറഞ്ഞത്. ശശി തരൂർ 4ാമത്തെ, നിൽക്കണി 5ാമത്തെ വരുന്നത്. ഉമ്മൻചാണ്ടി മാണി സാറൊക്കെ 10-12 നിന്നല്ലോ. അന്ന് ഞങ്ങൾ പറഞ്ഞു, അന്ന് മാണി സാറിൻ്റെ 50 ഭാഷ ആഘോഷിച്ച ഫ്ലെക്സ് ഞങ്ങൾ പിന്നില്ല. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, ഇനി ഇതുപോലെ ഫ്ലെക്സ് വെച്ചാൽ ഞങ്ങൾ കരിവല ഒഴിക്കും, അല്ലെങ്കിൽ മല ഒഴിക്കും. കാരണം മറ്റുള്ളവരുടെ അവകാശം പോവാണ്. മറ്റുള്ളവർ കിട്ടേണ്ട അവകാശമല്ലേ, ചാൻസ്, അതാണ് ഇവർ കയ്യിൽ കളയുന്നത്. ഈ ഉമ്മൻചാണ്ടി, ഈ ആന്റണി കൂർണി എല്ലാം ചെയ്യുന്ന അവകാശങ്ങളെയാണ്. 27ാമത്തെ വയസ്സിൽ, 27, 29 വയസ്സിലൊക്കെ, 27ാമത്തെ വയസ്സിൽ രമേശ് മന്ത്രി ചെയ്ത്, 27ാമത്തെ വയസ്സിൽ മന്ത്രി രമേശ് ചെയ്തില്ല. എന്നിട്ട് പാടുക മുഖ്യമന്ത്രി നിൽക്കാണ്. എന്താ അന്ത്യാഭിലാഷ പോലെ, തറവാട് സ്വത്തല്ലേ, ഭാഗവച്ചല്ലേ. ഉമ്മൻചാണ്ടി 29ാമത്തെ വയസ്സിൽ പിന്നീട് ഏക്കായിട്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. എന്നിട്ടും പതുക്കെ ഒരു അവസരം കിട്ടിയാൽ കൊള്ളാന്നുള്ളതുണ്ട്. അങ്ങനെ കുറുക്കം വെണ്ണ പങ്കിട്ട് വരുമ്പോൾ തർക്കമുണ്ടാക്കിയിട്ട് അവസരം എന്നാൽ ഒരു ഒത്തീർപ്പ് സ്ഥാനാർത്ഥിയിട്ട് ആരും നിൽക്കട്ടെ എന്ന് പറയിപ്പിക്കാൾ വരുന്നുണ്ട്. പുള്ളിയുടെ പണി മുഴുവൻ അതാണല്ലോ, ഈ ചടുവിലാണല്ലോ. അല്ല, ഒരു പണിയും ചെയ്യാതെ, പാർട്ടികൾ ചെയ്യാതെ ഈ നല്ല പുള്ളി ചമഞ്ഞല്ലുള്ളൂ. പാർട്ടി നയിപ്പിച്ചു പറഞ്ഞില്ലേ? 30-40 വർഷം ഡൽഹി പോയി സോണിയാഗാന്ധിയുടെ പുറകിലിരുന്ന് അല്ലെങ്കിൽ സൈഡിലിരുന്ന് രാജ്യത്തെ നയിപ്പിച്ചു, പാർട്ടി നയിപ്പിച്ചു, മുസ്ലിങ്ങളെ നയിപ്പിച്ചു. മുസ്ലിംക്ക് എന്തെങ്കിലും ഒരു അവസരം ഈ മഹാൻ കൊടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു അവസരം? എത്രയോ മുഖ്യമന്ത്രിമാരുടെ രാജ്യമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. എത്ര മന്ത്രിമാരുടെ രാജ്യമാണ്. ഉപരാഷ്ട്രപതി ഉണ്ടായി, രാഷ്ട്രപതി ഉണ്ടായി. ഈ മഹാന്റെ കാലത്ത് ആരെങ്കിലും ഒരു മുസ്ലിം മന്ത്രി ഉണ്ടായി? അഹമ്മദ് ഉണ്ടായതുകൊണ്ട്. അഹമ്മദിന് ആരാണ്? ലീഗിൻ്റെ ആണ്. കോൺഗ്രസ് എത്ര മുസ്ലിം മന്ത്രിമാരുണ്ടായി? നമ്മൾ വെള്ളാപ്പള്ളി പറഞ്ഞ ജാതി പറയല്ല, എല്ലാവർക്കും അവസരം കിട്ടട്ടെ. അതേ പറഞ്ഞത്. ഈ ഉമ്മൻചാണ്ടി മിണ്ടിയോ, മാണി മിണ്ടിയോ, കുഞ്ഞാക്കൊക്കെ മിണ്ടിയോ, പിന്നെ ആന്റണി മിണ്ടിയോ, രാഹുൽ മിണ്ടിയോ, സോണിയ മിണ്ടിയോ? ഇപ്പം തന്നെ പറഞ്ഞല്ലോ, 20% വരുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ്, കോൺഗ്രസ് മുന്നണിക്കാണ്. ആ ഇന്ത്യ മുന്നണിക്ക് മുസ്ലിം എന്ന സമുദായം ഇന്ത്യയിൽ ഉണ്ടെന്ന് ഈ രാഹുലോ പ്രിയങ്കയോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വയനാട് വരും പറയും. വയനാട് കുഞ്ഞാക്കയുടെ ഭാര്യയുടെ കൂടെയൊക്കെ നടക്കും ഈ പ്രിയങ്കയൊക്കെ. അത് അവർക്ക് ആവശ്യമാണ്. മറ്റേത് പിന്നെ പറ്റിയില്ല. അടുത്ത് കാണും ഏതെങ്കിലും ഈ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഏതൊരു മുസ്ലിം നിന്നായിട്ട് സംസാരിച്ചത് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇത്ര വർഷമായി. 2% ക്രിസ്ത്യാനിയാണ് രാഹുലിൻ്റെ പാരമ്പര്യം. വേറെ എന്ത് പാരമ്പര്യം രാഹുലിനുള്ള പറയുന്നേ? ഹിന്ദു പാരമ്പര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് എന്താണ് പാരമ്പര്യം? ഫിറോസ് ഗാന്ധി ഞാൻ ഫിറോസ് ഗാന്ധിയുടെ പേരിൽ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചാണ്. അതൊക്കെ പിന്നെ ഞാൻ മാറ്റി. കാരണം ചില കോണിൽ അപ്പോൾ അത് ഒന്നാണ് ഫിറോസ് ഗാന്ധി അപ്പൂപ്പനായി. ഇപ്പൊ തന്നെ സോണിയാഗാന്ധി. പിന്നെ അവിടെ എവിടെയാണ് ഈ ഹിന്ദു പാരമ്പര്യം? കപിൽ സിബലിനെ നിർത്തി. കപിൽ സിബൽ മോശം ഞാൻ പറയുന്നില്ല.
അപ്പോഴും ഒരു ചാൻസ് കൊടുക്കണ്ടേ ഈ സമുദായത്തിൽ. 20% വരുന്ന ബ്ലോക്കായിട്ട് 99.9% വോട്ട് ചെയ്ത മുസ്ലിം സമുദായത്തിൽ എന്തെങ്കിലും കൊടുക്കും, പേരെങ്കിലും ഉച്ചരിക്കണ്ടേ? ഞാൻ പറയാം, പെണിങ്ങാലും കൊള്ള സമുദായമേ നിങ്ങൾ കേൾക്ക്, മാനവകുലമേ നിങ്ങൾ കേൾക്ക്, തുല്യ നീതി വേണം. അയോധ്യയിൽ നിന്ന് ജയിച്ചൊന്ന് ദളിത് നേതാവുണ്ട്, SP സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസും അല്ല. അയാള് പാർലമെന്റിൽ 6ാം ലൈനിലായിരുന്നു. അവിടുന്ന് രാഹുൽ ഗാന്ധി വലിച്ചു കൊണ്ടുവന്ന് വീട് മടിയിലിരിച്ച് അല്ലെങ്കിൽ തൊട്ടടുത്ത സീറ്റ് കൊടുത്ത്. എവിടെയാണോ ഒരു മുസ്ലിം നിങ്ങളുടെ അടുത്തിരിക്കുന്നത്? നിങ്ങൾ വലിച്ചു കൊടുത്തത് ഉണ്ടോ നിങ്ങളുടെ പാർട്ടിയിൽ മുസ്ലിങ്ങൾ? ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് 30 കോടി വരുന്ന മുസ്ലിങ്ങളുടെ 99.9% വോട്ട് കോൺഗ്രസ് മുന്നണിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 30% വോട്ടുകൾ BJP കൊടുത്തെങ്കിലോ ഇന്ന് അവർ ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാക്കാം. ധൈര്യമുണ്ട് നിങ്ങൾക്കൊരു 30% മുസ്ലിങ്ങൾ വോട്ട് കൊടുക്കാൻ നിങ്ങൾ തന്നെ ഉണ്ടോ? നിങ്ങൾ പ്രധാനമന്ത്രി വയ്ക്കാം, പ്രധാനമന്ത്രി ഇല്ല. രാഹുലോ? ഇതൊന്നുമില്ല. ഇന്നലെ ഉപരാഷ്ട്രപതി ലിസ്റ്റിലെങ്കിലും ഒരു മുസ്ലിം പേര് കൊടുത്ത് BJP. ജനങ്ങളെല്ലാം കണ്ണോട്ട് വയ്ക്കല്ലേ? ഒരു മുൻ മന്ത്രിയായിരുന്ന മുസ്ലിമിന്റെ ലിസ്റ്റിൽ കയറ്റി കിട്ടൂല വേറെ കാര്യം. എന്നിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് ഓക്കെ, AICC പ്രസിഡന്റ് ഓക്കെ, പിന്നെ കർണാടക മുഖ്യമന്ത്രി ഓക്കെ. അതുകൂടാതെ ഓരോ സ്ഥാനങ്ങളും, പിന്നെ AICCയുടെ സെക്കൻഡ് ചാൻസ്, ഈ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ വേണുഗോപാൽജിയുടെ നായരുടെ ദേശീയ ആവറേജ് ജനസംഖ്യയിലോ 1000-2 ഭാഗമാണ് ദേശീയ ലെവലിൽ. കാരണം ആകെ 30 ലക്ഷം, 10% ഉണ്ടെങ്കിൽ 33 ലക്ഷം. 33 ലക്ഷത്തിൻ്റെ 150 കോടി കൊണ്ട് ഹരിച്ചു നോക്കിയേ, 150 കോടി ഡിവൈഡ് ബൈ 33 ലക്ഷം, 1000-2 വരുള്ളൂ. അതാണ് രാഹുൽ പിന്നെ വേണുഗോപാൽ ജാതി രാഷ്ട്രീയം. ജനസംഖ്യ കിട്ടി നോക്കുമ്പോൾ ജാതി വേണ്ടി അവർ കൂടുതൽ 2ാമത് കൊണ്ടിരുത്തി കോൺഗ്രസ്, ഈ കൊള്ള കോൺഗ്രസ്, പണ്ടൻ കോൺഗ്രസ്. 2% താഴെയുള്ള അന്തോണി കൂടി 40 വർഷം ഇരുത്തി. ഇപ്പം 2% സോണിയ കുടുംബം വന്നിട്ട് ഇപ്പോൾ 30 വർഷമായിട്ടേ. സോണിയൊക്കെ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ കൾച്ചറായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ഹിന്ദു സമുദായമായിട്ട് ബന്ധം? അത് പ്രിയങ്ക കൊണ്ട് കല്യാണം കഴിച്ച് വധേരെ കൊടുത്ത്. എന്നാ പിന്നെ എന്ത് ചെയ്ത്? നരസിംഹറാവുവിൻ്റെ ഒരു പെങ്ങളുടെ മകനുണ്ട്, കോടീശ്വരനാണ്, അത് കല്യാണം ആലോചിച്ചാണ്. ഈ ചെറുക്കൻ അവിടെ പോയി അമ്മയും മോളും പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ ചെയ്ത് പറ്റി നിന്ന് അവസാനം കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പം പറയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വരാം, എന്നെ ജനങ്ങളോട് ക്ഷണിക്കുന്നു, ആകർഷിക്കുന്നു, മാഗ്നറ്റ് പോലെ. അതോട് തീർന്നല്ലോ. അപ്പോൾ ഇത് കണ്ടും കേട്ട് എത്ര നാൾ നിൽക്കും സഹോദരങ്ങൾ? നിങ്ങൾ നോക്ക്, സമുദായം നോക്ക്. ഇത് കണ്ടുകൊണ്ട് ഈ അനീതി കണ്ടുകൊണ്ട് എത്ര നാൾ നിൽക്കാൻ പറ്റൂ? അതല്ല ഇത് ഈ ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗും ഈ കത്തോലിക്ക കോൺഗ്രസും ഉള്ള BJP ഇത്ര പെട്ടെന്ന് അധികാരത്തിൽ കയറ്റ ഇന്ത്യയിൽ സംഘപരിവാറിന് അധികാരത്തിൽ കയറുന്നത്. ഈ മുസ്ലിം സമുദായത്തെ UPയിലും ആസാമിലും മധ്യപ്രദേശിലേക്ക് ആയിരക്കണക്കിന് ബിൽഡിങ്ങൾ തകർത്ത് കളഞ്ഞ് ബുൾഡോസ് കൊണ്ട് ഈ ഭരണകൂടം. എന്നിട്ട് ഈ രാഹുലോ പ്രിയങ്ക എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടോ? മണിപ്പൂരിൽ ഇയാൾ 4-5 പ്രാവശ്യം ഓർന്നു പോയില്ല രാഹുൽ ഗാന്ധി, 4-5 പ്രാവശ്യം. എന്താണ് ആസാമിൽ മറ്റൊക്കെ നടന്നപ്പോൾ, അല്ലെങ്കിൽ പിന്നെ പല സ്ഥലത്തുള്ള ഹരിയാനയിലൊക്കെ നടന്നപ്പോൾ, ജാർഖണ്ഡിൽ നടന്നപ്പോൾ ഒരു രക്ഷം വേണമെന്നില്ല. മുസ്ലിം എന്ന് വാക്കുകൾ ഉച്ചരിക്കാറുണ്ടോ ഈ രാഹുൽ ഗാന്ധി? 20%, ഞാൻ പറഞ്ഞു 20%. അത് ഏറ്റവും വലിയ ജനസംഖ്യയാണ്. വോട്ടർമാർ നോക്കിയാൽ സെപ്പറേറ്റ് എടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനസംഖ്യയാണ് 20%. ബാക്കിയുള്ള 20-21% ദളിതുകളുണ്ട്. പക്ഷെ അത് 3-4 ഭാഗമാണ്. ഒന്ന് BSP ഉൾപ്പെടെ 4-5 കഷ്ണമായിട്ടത്, 4-5 തിരിഞ്ഞു പോലെ കിട്ടുന്നുള്ളൂ. എന്നിട്ട് കൊണ്ട് ഇതേ എടുത്ത് ഗാർഗി എടുത്ത് കർണാടക മുഖ്യമന്ത്രി. എവിടെയാണ് നിങ്ങൾ? അവിടെ കർണാടകയിൽ എത്ര ഉയർന്ന മന്ത്രിമാരുണ്ടായിരുന്നു മുസ്ലിങ്ങളിൽ, സീനിയേഴ്സ്. UPയിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ എല്ലാം മുഖ്യമന്ത്രി എത്ര ഉണ്ടായി? ബീഹാറിൽ മുഖ്യമന്ത്രി, ആസാമിലുണ്ടായി, UPയിലുണ്ടായി, മദ്രാസ് പിന്നെ മഹാരാഷ്ട്രയിലുണ്ടായി, കാശ്മീരിലുണ്ടായി. അത് പിന്നെ ഇപ്പോൾ ഉണ്ടെന്ന് നോക്കി, അത് വിരോധിയില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ഈ കോൺഗ്രസ് ഭരണത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി ഇന്നുണ്ടോ?
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഞാനിത് പറയാൻ കാരണം, ഞാനൊക്കെ ഈ ഭൂമത്ത് പോകാറേ എന്നോട് ജനങ്ങൾ കുത്തി കുത്തി ചോദിക്കാണ് വളരെ കേണപേക്ഷ. ഇതാണ് സാർ ഈ സംഗതി, ഇതാണ് സത്യം, എന്തേ നിങ്ങൾ പറയാത്തത്? പറയുമ്പോൾ ശരിയല്ലേ, കണക്കെല്ലാം ശരിയല്ലേ? കാരണം ഈ കോൺഗ്രസ് ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്ന് സ്ഥാനാർത്ഥി നിർണയം വരെ കഴിഞ്ഞ് പ്രവർത്തനം ഓടിക്കുന്ന പഞ്ചായത്തിലേക്ക് ഈ കോൺഗ്രസോ ഈ UDF എത്ര ചെയ്തിട്ടുണ്ട്? എത്ര സ്ഥലത്ത് സ്ഥാനാർത്ഥി വന്നിട്ട് എത്ര പ്രചാരണം നടത്തി തുടങ്ങി? ഇനി എത്ര മാസങ്ങളിലേ ഉള്ളൂ? ഇനി 5-8 മാസമല്ലേ അസംബ്ലിയിലേക്കുള്ളൂ. അതിൽ കേന്ദ്രം ഉൾപ്പെടെ LDF ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ എല്ലാ സന്നാഹവും ഉണ്ട് UDF തോൽപ്പിക്കാൻ വേണ്ടി, ലീഗില്ലാത്ത ഭരണം ഉണ്ടാക്കാൻ വേണ്ടി. എത്ര ആഴത്തിലാണെന്നറിയോ നടക്കുന്നത്? മുസ്ലിം ലീഗില്ലാത്തൊരു ഭരണം ഉണ്ടാക്കി കേന്ദ്ര ഗവൺമെൻറ്, സംഘപരിവാർ, LDF എല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു അവസരം കിട്ടിയപ്പോൾ ഈ സതീശൻ എന്താണ്, സതീശൻ ക്ഷമിച്ച് അൻവറിൻ്റെ കൂടെ നിർത്തിട്ടില്ലായിരുന്നോ? അൻവർ ചെയ്ത മണ്ടത്തിലാണ്, ഒരു സംശയക്കാര്യത്തില്ല. പക്ഷെ അയാൾ ഇന്നും ധൈര്യമായിട്ട് പിണറായിക്കെതിരെ സംസാരിച്ചല്ലോ. ഈ പറഞ്ഞ സതീശൻ വേണ്ടിയുള്ള പിണറായിക്കത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല അസംബ്ലി എന്ന് പറയുന്നല്ലാതെ. അത് അൻവർ അത് പറ്റില്ല. അൻവർ എൻ്റെ ഒപ്പം എന്നെ മുകളിൽ പോയാൻ സാധ്യതയില്ല. ആൾ പറ്റില്ല, ഇയാൾ പറ്റില്ല. പിന്നെ ആരുടെ വോട്ട് കിട്ടുന്നവന്? ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. പണ്ടൊരു അസംബ്ലി ഇലക്ഷനിൽ ഒരു ബിസിനസ്സുകാരൻ പണം വരും. അപ്പോൾ അവൻ പറഞ്ഞാൽ അത് ആ കുട്ടികളുടെ വോട്ട് നമുക്ക് വേണ്ട, അത് കത്തികളുടെ വോട്ട് നമുക്ക് വേണ്ട, അത് പന്നികളുടെ വോട്ടാ, അത് പട്ടികളുടെ വോട്ടാ, പിന്നെ നാടികളുടെ വോട്ടാ. 5 തരം വോട്ടും മാറി. ഈ 5 തരം വോട്ടും മാറിയാൽ പിന്നെ എവിടെ ഉള്ളത്? അൻവറിനെ പറ്റൂല. നമ്മുടെ പൂജ നിൽക്കൂല. ഒരു ഷാഫി പറമ്പിൽ മാത്രം ഒന്നുകൂടി സതീശ് ഭരണം കിട്ടുന്നുണ്ടോ? ഇപ്പൊ എന്താണ് 25-ാം തീയതി, ഇന്നലെ മിനിഞ്ഞാന്ന് 25-ാം തീയതി അല്ലേ കോട്ടയത്ത് അച്ഛൻ വല്ല ഉദ്ഘാടനം. ഇപ്പോൾ ക്രിസ്ത്യൻസിന് വേണ്ടി ക്രിസ്ത്യൻസ് 4 ചേർത്ത് പിന്നെ സതീശലത്തെ ശശി തരൂരിനെ കൊണ്ട് പാർട്ടി ഉണ്ടാക്കാൻ പോണ്. സതീഷ് എന്താ ഇറങ്ങി വന്നിട്ട് 25-ാം തീയതി അച്ഛന്മാരെ സംഘടന പോയി ഉദ്ഘാടനം ചെയ്ത്. ഇപ്പോൾ ക്രിസ്ത്യാനികളും സംഘവും ഒക്കെ ഒരു BJPയുടെ സപ്പോർട്ടോടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോണു. ഇതാണ് എല്ലാ ആനുകൂല്യം പറ്റി. ശശി തരൂരിന് കൊണ്ടുവന്ന് ഒന്നുമില്ലായിരുന്ന ശശി തരൂർ അവിടെ നിർത്തി 4 പ്രാവശ്യം ജയിപ്പിച്ച് 3 പ്രാവശ്യം കഴിഞ്ഞ് 4ാമത്തെ പ്രാവശ്യം 1.5 വർഷമായി. എന്നിട്ട് പാർട്ടി ചെയ്യാതെ ഉപദ്രവം മുഴുവൻ ചെയ്ത് ചോദിക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടാവും. താൻ എന്തോടെ കാണിക്കണേ? അങ്ങോട്ട് മാറിക്കിട. പിന്നെ SI പറയുന്ന പോലെ അങ്ങോട്ട് മാറിക്കുന്ന പറയുമ്പോൾ മാറിക്കിടാന്ന് ഇരുത്താൻ പറ്റിയ മുറിക്കുക, തിരുത്തി അവിടെ ഇരുത്തി വിറക്കാൻ പറ്റുമോ? വേർത്തു. ഇന്ദിരാഗാന്ധി കാലത്ത് എങ്ങനെയായിരുന്നു ഇത്? രാഹുൽ പറ്റുമോ? പ്രിയങ്ക പറ്റുന്നുണ്ടോ? ഗാർഗെ പറ്റുന്നുണ്ടോ? ഇത് തമ്പുരാനാണ്, മറ്റു ദളിതരാണ്, അപ്പോൾ അത് പറ്റൂല. എന്തിനാണോ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ വഴിമുടിക്ക് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഇനി എന്ത് നേടാനാണ്? കളി അവസ്ഥകൾ പലതും കിട്ടി. ആ നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രി വന്ന് അയാളെ കൂടെ നിർത്തി, മറ്റു വന്ന് എല്ലാവരും വന്ന് ഇത് എല്ലാവരും വിട്ടുപോയില്ലേ? 10 ആൾ സ്വാധീനമുള്ള എല്ലാ പാർട്ടികളും കോൺഗ്രസ് അകന്നു പോയി. ഞാൻ 2 കാര്യം പറയാൻ നിർത്താൻ. ഒന്ന്, 543 പാർലമെന്റ് സീറ്റുള്ള അല്ലെങ്കിൽ സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ ലോക നേതാക്കൾ 2 പേര് വന്നത് മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിൽ വന്ന് മത്സരിച്ച ജയിച്ചത്. 6 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടി. കാരണം ഒരു MP അവിടെ പാർലമെന്റ് ചെന്നാൽ മതി. ഓക്കെ, 272 MP കിട്ടണ്ടേ? മറ്റൊന്ന്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ താഴെ ഇറക്കാൻ വേണ്ടി ജയപ്രകാശ് ജി ഒരു കാര്യം ചെയ്തു, ജനതാ പാർട്ടി ഉണ്ടാക്കി. 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. മറ്റൊന്ന്, ഇതിൽ കോൺഗ്രസ് ഒഴിച്ചൊക്കെ എല്ലാവരും ഉണ്ടാവും. ഈ 2 പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ കോൺഗ്രസ്സിന്? 540 സീറ്റിൽ മുസ്ലിം ഇവിടെ വന്ന് മത്സരിച്ചാൽ ക്ഷീണം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ? അത് അറിയണമെങ്കിൽ വിവരം വേണം, രാഷ്ട്രമീമാംസനായിരിക്കണം, സൈക്കോളജി അറിയണം, ഫിലോസഫി അറിയണം, സയൻസ് അറിയണം, മാത്സ് അറിയണം. വെറുതെ പാരമ്പര്യം വെച്ച് താഴ്മയുണ്ടായിട്ട് കാര്യമൊന്നുമില്ല.
ഈ ചുരുക്കിപ്പോയെന്നട ഈ 95 ലക്ഷം മുസ്ലിങ്ങൾ മാറി കിടപ്പുണ്ട് പുറത്ത്, പാർട്ടിയൊന്നും ഇല്ലാതെ. ഇവരെ നിങ്ങൾ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത് സതീശ, രമേശ്? അവിടെയാണ് വിജയം തോൽവിയിരിക്കുന്നത്. അതൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.